ഇപ്പം നിങ്ങൾ സ്വീഡൻ 2026 ഇൻടേക്കാണ് നോക്കുന്നതെങ്കിൽ ഹാസൻ ഫ്രീ ആയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്ത് ഈസി ആയിട്ട് ഓഫർ ലെറ്റർ കിട്ടി പോകാൻ പറ്റുന്ന ലാസ്റ്റ് ചാൻസ് ജനുവരി മന്താണ്. ഇപ്പോൾ സ്വീഡൻ സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനായാലും മെഡിക്കൽ ഫീൽഡിനായാലും മാനേജ്മെന്റ് ഫീൽഡിനായാലും ഒരുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അഡീഷണലി വരുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഫാമിലിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്നത് അൺലിമിറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പോകുന്ന ആപ്ലിക്കന്റിനും ആഫ്റ്റർ സ്റ്റഡീസും കൂടെ പോകുന്ന സ്പൗസിനും അൺലിമിറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടാൻ ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ സാധിക്കും. സ്വീഡനിൽ പൊതുവെ അഡ്മിഷൻസ് വളരെ ലിബറലാണ്. ഇപ്പോൾ ബിടെക് കഴിഞ്ഞോ എംടെക് കഴിഞ്ഞോ സ്റ്റുഡൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ IELTS വേവർ വരെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ബിടെക് കഴിഞ്ഞ് ഒരുപാട് വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉള്ള കുട്ടികളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ തന്നെ 38 ഇയേഴ്സ് ഉള്ള കുട്ടീനെ വരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ 40 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്കും സ്വീഡനിൽ പഠിക്കാൻ പോകാൻ പറ്റും വിത്ത് ഫാമിലി. PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി കൂടെയാണ് സ്വീഡൻ. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം അൺലിമിറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കോക്കനട്ട് ഓവർസീസ് വഴി പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ അക്കാഡമിയിലെ ടെക്നിക്കൽ കോഴ്സ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഫുൾ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാനും വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ജോബ് കിട്ടിക്കഴിഞ്ഞാൽ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി PR അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റിയും കിട്ടും. PR ഫ്രണ്ട്ലി കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്യൂച്ചറിൽ PR എടുത്ത് അവിടെ നിൽക്കാനും പറ്റും. കമ്പയർ ടു അതർ കൺട്രീസ് സ്വീഡന്റെ എക്സ്പെൻസ് വളരെ കുറവാണെന്ന് പറയാം. കാരണം 1 ഇയർ ട്യൂഷൻ ഫീസാണ് എല്ലാ കൺട്രീസിലും മിക്കയിടത്തും നമ്മൾ അടച്ചിട്ട് പോവേണ്ടത്, യൂറോപ്യൻ കൺട്രീസ് എസ്പെഷ്യലി. പക്ഷേ സ്വീഡനിൽ സെമസ്റ്റർ ഫീസ് അടച്ചു പോകാനുള്ളൊരു ഇത് അവർ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് നാട്ടിൽ നിന്ന് പോകുമ്പോൾ വളരെ കുറവാണ്. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് നെക്സ്റ്റ് സെമസ്റ്റർ ഫീസ് അടച്ചാൽ മതി. അപ്പോൾ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അടയ്ക്കാനും ഹെൽപ്പ് ആവും. അത് മാത്രമല്ല, വിത്ത് ഫാമിലി പോകുമ്പോൾ കൺട്രീനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ട രീതി ആയാലും ട്യൂഷൻ ഫീസ് ആയാലും ബാക്കി അതർ വിസ എക്സ്പെൻസ് ആയാലും വളരെ കുറവാണ് സ്വീഡനിൽ.